ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാൻ വേറെ പണിയില്ലേ? ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ജീവിക്കും. ബെഡ്റൂമിൽ കാണിക്കേണ്ട ബെഡ്റൂമിൽ ഇങ്ങനെ നോർമലായിട്ട് സ്നേഹിക്കുന്നതാണ് ഇയാൾ ചെയ്യുന്നത്. ഈ നാശങ്ങള് ചത്തില്ലേ, കളവനെ കൊണ്ടുപോകാനായി മുതുക്കിയുടെ കൂത്താട്ടം. അവരച്ഛനും അമ്മക്കൊന്നും വയസ്സാവാണ്ട് അവർക്കൊന്നും വയസ്സാവാണ്ട് ഇങ്ങനെ തന്നെ ചെറിയ കുട്ടിയായിട്ട് നിൽക്കട്ടെ, എപ്പോഴും അങ്ങനെ നിൽക്കട്ടെ. സൈബർ സെല്ലിൽ നിന്ന് തീർച്ചയായിട്ടും ഈ കമന്റ് ചെയ്ത ആൾക്കാർക്ക് എല്ലാം കംപ്ലീറ്റ് പോകും. അത്രയും ഞാൻ അനുഭവിച്ചു. എനിക്ക് അത്രയും ഞാൻ അനുഭവിച്ചു പറഞ്ഞാൽ ഒറ്റയ്ക്ക് പറഞ്ഞ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ തോന്നിവാസം കാണിക്കുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും മാക്സിമം പണിഷായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് പാടാവും. അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ ചോദിച്ചിട്ടുമില്ല, അവരുടെ ചെലവിലല്ല കല്യാണം കഴിച്ചത്, അവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. എന്നെ ഗുരുവായൂർ അമ്പലം വരെയെന്ന് ചേർത്ത് പിടിച്ചത് എന്തിനാണോ? അത് എനിക്കൊരു കുറവില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ആ ഒരു ഇതിൽ തന്നെ എന്നെ ഇപ്പോഴും ഏട്ടന്റെ കുട്ടി തന്നെയാണ്. ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെ പോയിസണസ് ആണ്. അങ്ങനെ സീരിയൽ നല്ലതും കുറെ ചെയ്തിട്ടുണ്ട്, മോശവും ചെയ്തിട്ടുണ്ട്. 5 ലക്ഷത്തിനും സിനിമ എടുക്കാം, 1 ലക്ഷത്തിനും സിനിമ എടുക്കാം. സന്തോഷ് പണ്ഡിറ്റ് എടുക്കുന്നതും സിനിമയാണ്. ആനയെ കണ്ടിട്ട് ആടൊന്നും ശ്രമിക്കരുത്, പ്രശ്നമാവും. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മുന്നോട്ടേക്ക് പോകുന്ന കപ്പിൾസ് ആണ്. ക്രിസ് വേണുഗോപാൽ സാറും അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ മാമും. സ്വാഗതം. ഇന്നലെ തൃച്ചംബരത്ത് ഒരു പ്രഭാഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പ്രഭാഷകനാണോ, വക്കീൽ എന്നുള്ള ഒരു മേഖലയിലേക്കാണോ, അഭിനേതാവ് എന്ന മേഖലയാണോ, എഴുത്തുകാരൻ എന്ന മേഖലയിൽ കൂടിയാണോ, എങ്ങനെയാണ് അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടത്? അറിയപ്പെടുന്നത് ക്രിസ് വേണുഗോപാൽ, നല്ല പേര്. വേണുഗോപാലിന്റെ മകൻ, നല്ലത്. ഭാഗ്യലക്ഷ്മിയുടെ മകൻ, നല്ലത്. പുഷ്പയുടെയോ അല്ലെങ്കിൽ സൗമ്യയുടെയോ സഹോദരൻ, നല്ലത്. ദിവ്യയുടെ ഭർത്താവ്, എന്റെ മക്കളുടെ അച്ഛൻ, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ എന്റെ ലൈഫ് വർക്ക് ഫാസറ്റിന്റെ ലൈഫിലെ ഓരോ ബൈഫക്കേഷൻ മാത്രമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വക്കീലായിട്ടാണോ, അങ്ങനെയാണെങ്കിൽ വക്കീൽ കോടതിയിൽ പോകുന്ന സമയത്ത് ഞാൻ വക്കീലാണ്. ഞാൻ എന്റെ അനുഭവങ്ങൾ എഴുതുകയാണോ, അപ്പൊ ഞാൻ എഴുത്തുകാരനാണ്. അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് മെസ്സേജ് എഴുതുകയാണോ, അപ്പൊ ഞാൻ എഴുത്തുകാരനാണ്. കവിതയാണോ, അപ്പൊ ഞാൻ കവിയാണ്. അപ്പൊ അങ്ങനെ അതൊരു ഫാസറ്റ് ആയിട്ട് എടുക്കുന്നു. ഇപ്പൊ പ്രഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആ വാക്കിന്റെ അർത്ഥം പ്രഭ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ലൈറ്റ്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ നമ്മൾ പറയുന്നത് എന്തും പ്രഭാഷണമാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് അത് ആർക്ക് ചെയ്യാൻ പറ്റും? പ്രഭാഷകന് മാത്രമാണോ ചെയ്യാൻ പറ്റുക? ഇല്ല. ജീവിതം ജീവിച്ച ആർക്കും ചെയ്യാം. ഒരു വക്കീലിന് ചെയ്യാം, ഒരു എഴുത്തുകാരന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സഹോദരന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മകന് ചെയ്യാം, ആർക്കാണെങ്കിലും ചെയ്യാം. ഇപ്പോ ചില കാര്യങ്ങൾ കുഞ്ഞുമോൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ കുഞ്ഞുമോളാണ് എന്റെ പ്രഭാഷക, എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തരുന്ന ആള്. അതേപോലെ അതും ഒരു ഫാസറ്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അറിയപ്പെടാൻ എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ് വേണുഗോപാലായിട്ട് തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹം. ബാക്കിയെല്ലാം എന്റെ ലൈഫിന്റെ ഓരോ ഫാസറ്റ്സ് മാത്രമാണ്. ഇപ്പൊ കുഞ്ഞുമോള് ആൽബം അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. സോങ്സ് അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. സീരിയലാണോ? ഉണ്ട്. സിനിമയാണോ? ഉണ്ട്. അമ്മയാണോ? നല്ലൊരു അമ്മയാണ്. വൈഫാണോ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ലൈഫിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. സോ അങ്ങനെ ഈ ഫാസറ്റ്സ് എല്ലാം എക്സിസ്റ്റിംഗ് ആണ്, കോ എക്സിസ്റ്റിംഗ് ആണ്. ഇതിൽ എങ്ങനെയാണ് അറിയപ്പെടണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണോ? അപ്പൊ അത് എല്ലാം എക്സിസ്റ്റിംഗ് ആണ്. തൽക്കാലം അതിനൊരു പേര് കൊടുക്കുന്നു മാത്രം. ഇപ്പൊ പറഞ്ഞു വക്കീൽ എന്നുള്ള ഒരു ആ രീതിയിലേക്ക് പോകുന്ന സമയത്ത് പ്രാക്ടീസിനൊക്കെ ടൈം കിട്ടാറുണ്ടോ? ഞാനിപ്പോ എന്റെ ക്ലയൻസിന് ലീഗൽ അഡ്വൈസിന് എനിക്ക് ടൈം പ്രാക്ടിക്കലി എനിക്ക് ഏത് സമയം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. കാരണം ഞാനൊരു പെർട്ടിക്കുലർ ഓഫീസിൽ ഇരുന്നിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന അല്ല അഡ്വൈസ്. അപ്പൊ ലീഗൽ അഡ്വൈസിന് വേണ്ടിയിട്ട് പലരും വിളിക്കാറുണ്ട്. അവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ കൗൺസിലിംഗ് ഫോണിലൂടെ ചെയ്തിട്ട് അവരുടെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നതിന് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. നോ പ്രോബ്ലം. കോടതി പോകേണ്ട സമയമാകുമ്പോൾ യെസ്, അതിന് ഞാൻ സമയം കണ്ടെത്തി പോവാറുണ്ട്. കാരണം അത് ഞാൻ ചെയ്യുന്നതിന്റെ ഒരു പ്രൊഫഷനാണ്. അപ്പൊ നമ്മളിപ്പോ പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ പഠിച്ച് LLB കഴിഞ്ഞ് നമ്മൾ ഓൾ ഇന്ത്യ ബാർ എക്സാം എഴുതി, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള എല്ലാം എൻറോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ പ്രൊഫഷൻ അത്രയും നോബിൾ പ്രൊഫഷൻ ആയതുകൊണ്ടും എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ ഫീൽഡ് എടുത്തത്. അപ്പൊ അതിന് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഇത്രയും സീരിയസ് ആയ സാറിന്റെ കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് ചൈൽഡിഷ് ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാം, എങ്ങനെ വീട്ടിലേക്ക് എങ്ങനെയാണ് സാർ? എങ്ങനെയാണ് സാറ് എങ്ങനെയാണെന്നാണോ അത് ഞാൻ എങ്ങനെയാണെന്നാണ്? ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഏട്ടൻ ഇങ്ങനെ തന്നെയാണ്.
എന്താണ് ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്നാ എന്താണ് ഏറ്റവും കുട്ടികൾ ഇല്ലാന്നല്ല, എല്ലാവരും മനസ്സിലും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും കുട്ടിത്തം. പിന്നെന്താ, ഞാൻ എന്ത് കുട്ടികളി വിളിച്ചാലും എന്താണ് ഏറ്റവും പറയുന്ന ഒരു വ്യക്തി വെച്ചാൽ നമ്മൾ പറയും ചിലവർക്ക് ഈ സമപ്രായ കല്യാണം കഴിക്കുന്നതിന് കൂടുതൽ ഇഷ്ടം, ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യത്യാസം. ഞാൻ ആഗ്രഹിച്ചത് ഒരുപാട് വ്യത്യാസമുള്ള ഒരാളെയാ. അപ്പൊ നമുക്ക് എന്റെ ഏട്ടൻ എപ്പോഴും പറയും, നിന്റെ ഈ കുട്ടികളിക്ക് നിന്റെ കുറച്ച് പക്വതയിൽ ഒരാളെ കിട്ടി, ഇനിയെങ്കിലും അടങ്ങി ആ കുട്ടികളെ അവസാനിപ്പിച്ചിട്ട് ഒന്ന് നേടി നോക്കി. അപ്പൊ എനിക്ക് എന്തുണ്ടെങ്കിലും എന്റെ തെറ്റുകുറ്റങ്ങളും എല്ലാം പറഞ്ഞു തരാനും എന്നെ തിരുത്താനും ഇപ്പം പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഇപ്പം പുറത്തു പോകുമ്പോൾ തന്നെ ആയാലും നമ്മളെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും മനസ്സിലാവും എന്റെ ഈ ഒരു ചാട്ടം എവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ ഏട്ടൻ്റെതായ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര പേര് എന്നെ തകർത്താൻ നോക്കിയാലും അത്രയും എന്നെ സപ്പോർട്ട്, എന്നെ ഗുരുവായൂർ അമ്പലം വരെയെന്ന് ചേർത്ത് പിടിച്ചത് എന്തിനാണോ അത് എനിക്കൊരു കുറവില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ആ ഒരു ഇതിൽ തന്നെ എന്നെ ഇപ്പോഴും ഏട്ടന്റെ കുട്ടി തന്നെയാണ്. ഏട്ടൻ പറയത് ബാക്കി ഏട്ടൻ പറഞ്ഞു കേട്ടാ, ഞാൻ പറഞ്ഞ കൊളാക്കുന്നില്ല. എങ്ങനെയാണ് ഈ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ആ ചൈൽഡിഷ്നെസ് അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള കുട്ടിയെ മറച്ചു പിടിക്കുന്നതാണ് മെച്യൂരിറ്റി. അങ്ങനെ മറച്ചു പിടിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ക്രിയേറ്റിവിറ്റിക്കെല്ലാം ഇഷ്യൂ ഉണ്ടാവും. ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതിപ്പോ ബീറ്റ് MF ഹുസൈൻ അല്ലെങ്കിൽ കുന്നകുടി വൈദ്യനാഥൻ സർ, അങ്ങനെ വലിയ വലിയ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുട്ടിത്തം ഒരിക്കലും അവര് കളഞ്ഞിട്ടില്ല. അവരെപ്പോഴും ആ കൊച്ചുകുട്ടിയായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദുബായില് ഹുസൈൻ സാഹിബിനെ കാണുമ്പോൾ ചെരുപ്പിടാതെ രബി റെസ്റ്റോറന്റിൽ വന്ന് പറാഠ കഴിക്കുന്ന MF ഹുസൈൻ. MF ഹുസൈന് രാവിലെ ഹുസൈൻ സാഹിബ് വേണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ സ്വന്തം മകന് ഹോട്ടലുണ്ട്, ഇല്ല എനിക്ക് സാധാരണ റെസ്റ്റോറന്റിൽ കഴിക്കാനാ. അപ്പൊ ആ കുട്ടിത്തം, ആ ഒരു ഇന്നസെൻസ് അത് കീപ്പ് ചെയ്യുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ കാര്യം. കുഞ്ഞുങ്ങൾ ഞാൻ കാണുന്നതിൽ എന്നെക്കാളും വലിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ കുട്ടിത്തം ഉണ്ടാവണം. എപ്പോ വേണമെങ്കിലും ഇമോഷൻസ് മാറാനും അതിനെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനും കഴിയുന്ന ഒരു നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ജീവിതത്തിൽ അഭിനയമില്ല, കുട്ടിത്തം മനസ്സിലുള്ളത് അങ്ങനെ തന്നെ എല്ലാവരുടെ കാണിക്കുന്നു. അത് മോശമാണെന്ന് പറയുന്ന ആൾക്കാരോട് ഒരു ചോദ്യം മാത്രം, അവർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ അസൂയല്ലേ അത്? കാരണം അവരങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം കാണിച്ച ആ മെച്യൂർ ആണ് എന്നുള്ള പേര് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോ ഈ ഫേക്ക് ഐഡിയിൽ ചീത്ത എഴുതുന്ന ആൾക്കാർ, ഇവർ ഇത്രയേ ഉള്ളൂ എന്ന് അവരുടെ വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പാവം ഫേക്ക് ഐഡി ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നുമില്ല, പറയേണ്ടത് ഓപ്പൺ ആയിട്ട് അങ്ങനെ തന്നെ പറയും. അപ്പൊ അതിന് ഞാൻ പറയും അതാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി. ഈ കുട്ടിത്തമാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ മെച്യൂരിറ്റി. ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് 3 കുട്ടികളെന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി എന്റെ ഇളയ കുട്ടിയാണ്. അപ്പൊ അത് കുഞ്ഞുമോൾ അങ്ങനെ ഇരിക്കുന്നത് ഒത്തിരി സന്തോഷമാണ്. ബിക്കോസ് നമുക്ക് ഒരു തമാശ, ഞാൻ മോശമായ രീതിയിലല്ല പറയാം, എനിക്ക് പെറ്റ് ചെയ്യാൻ, എന്റെ വൈഫിന് എനിക്ക് പെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളർത്തു മൃഗം, നാളെ താഴെ കമന്റ് എഴുതുന്നത് ദിവ്യനെ പട്ടിയെ പോലെ കാണും, അങ്ങനെയല്ല. എനിക്ക് കൊഞ്ചാനോ അല്ലെങ്കിൽ കൊഞ്ചിക്കാനോ എനിക്ക് എന്നും എന്റെ കൂടെയുള്ള എന്റെ പാർട്ട്ണറാണ്. അപ്പൊ അവിടെ ഞാനും എന്റെ കുട്ടിത്തം നഷ്ടപ്പെടുത്തുന്നില്ല, കുഞ്ഞുമോളും നഷ്ടപ്പെടുത്തുന്നില്ല. ഐ ഡെയർ പീപ്പിൾ, ധൈര്യം ഉണ്ടെങ്കിൽ അവരിങ്ങനെ ജീവിക്കട്ടെ. ഞങ്ങൾക്ക് ആ ധൈര്യമുണ്ട്. കുഞ്ഞുമോക്ക് ഇത്രയും ഇങ്ങനെ കുട്ടിക്കളി ഉണ്ട്, ഞാൻ അതിന്റെ കൂടെ കളിക്കാൻ റെഡിയാണ്. വേണമെങ്കിൽ ചിലപ്പോൾ രാത്രി 10 മണിക്ക് മറ്റേ ഐസ് ലോലി കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ പുറത്തു ഞങ്ങൾ കഴിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നട്ടുച്ചയ്ക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ നടന്നു ചായ കുടിക്കും. അതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തതാണ് ഈ കുട്ടിത്തം. ദാറ്റ് മേക്സ് ലൈഫ് മോർ ഈസിയർ. അത്രത്തോളം സന്തോഷിക്കാൻ നമുക്ക് പറ്റും. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണ്, ഫേക്ക് ഐഡീസിലോ അല്ലെങ്കിൽ അല്ലാതെ പേരിലോ എല്ലാം ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ വിചാരിച്ചിരിക്കുന്ന കുഞ്ഞുമോളിനെ തളർത്താൻ പറ്റുന്നതാണ്. മേ ബി ഒരു പരിധി വരെ അവര് തളർത്തിയേക്കാം, പക്ഷെ അവിടെ ഞാനുണ്ടാവും. ഇനി എന്നെ തളർത്താൻ അവര് എന്നെ ചീത്ത വിളിക്കാൻ ഇനി ഒന്നുമില്ല. അച്ഛൻ, അമ്മ, കുടുംബം, എന്റെ ശരീരം അല്ലെങ്കിൽ മുടി എല്ലാം വെച്ച് കളിയാക്കി അവര് തളരുന്നവരെ കളിയാക്കട്ടെ. എനിക്ക് ഒന്നുമില്ല. എനിക്ക് കുഞ്ഞുമോള് കൂടെ ഉണ്ട്, അത് മതി. That's a statement. ഇത് ശരിക്കും ചൈൽഡിഷ് എന്നുള്ള സ്വഭാവമാണോ അതോ ശരിക്കും റിയലി ഇങ്ങനെ തന്നെയുള്ളത്?
ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാനിങ്ങനെയാണ്. അതിനിപ്പോ ഞാൻ പറയും, ഇടയ്ക്കൊക്കെ പറയും. ഇന്ന് ഞാൻ തൃശ്ശമ്പരം പോകുമ്പോ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എല്ലാ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നതും പറയാലോ, ഇതൊന്നൊരു മന്ദബുദ്ധിയെപ്പോഴും ഇതൊന്നും ഇളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പോകുമ്പോഴില്ല, ഞാൻ സീരിയസ് ആയിട്ടാ പോകുമ്പോൾ. ആരെന്ത് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ഉത്തരം മാത്രം പറയും, അധികം ചിരിയൊന്നുമില്ല. പക്ഷെ അമ്പലത്തിലെത്തി കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞപ്പോ എന്റെ യഥാർത്ഥ സ്വഭാവം ഇടുമ്പോ ചാടി, ഞാനെന്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടപ്പോ ഓടി പോകുന്നു, ചാടി. എനിക്കൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ ഫ്രണ്ട്സുകളും പറയും. എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സന്ധ്യ, ജഗ്ഗു, നയന. അവളോടും അവർക്ക് ചോദിച്ചപ്പോ പറഞ്ഞു അവള് ഇങ്ങനെ തന്നെയാണ്, പണ്ടേ ഇങ്ങനെ തന്നെയാണ്. അത് ഇപ്പോഴും അങ്ങനെ കൊണ്ടുവരാം, അല്ലാണ്ട് ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഇത്രയും വയസ്സ് വരെ, ഇപ്പൊ 40 വയസ്സ്, എന്റെ മക്കളെ ഞാൻ ചേർത്ത് പിടിച്ച് അവര് നോക്കി. ഈ കുട്ടിക്കളി ആണെങ്കിലും ഞാൻ അവരെയൊക്കെ എടുക്കേണ്ട രീതിയിൽ എടുത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം, ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിലുള്ള ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇതെന്തിനാ ഞാൻ മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, ഇപ്പൊ എങ്ങനെയാണ്. ഏട്ടനെ നന്നായിട്ട് അറിയാം, ഏട്ടന്റെ അമ്മക്ക് നന്നായിട്ട് അറിയാം, അപ്പൊക്കെ എല്ലാവർക്കും അറിയാം, ചേച്ചിക്കറിയാം, എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടുകാർക്ക് അറിയാം. അതില് ഒരു കോമഡിയും കൂടി ഉണ്ട്. കുഞ്ഞുമോൾ എത്രത്തോളം ഈ കുട്ടിക്കളി ഉണ്ടോ അത്രയും തന്നെ അമ്മയ്ക്കുണ്ട്. ഇത് അച്ഛനും ഞാനും കാണുന്നുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം രണ്ടുപേരും ഇങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ ഞങ്ങളുടെ ഈ കോമ്പിനേഷൻ വലിയ രസമാണ്. അച്ഛൻ അമ്മയുടെ കുട്ടിക്കളിയെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കും. ഇവർ രണ്ടുപേരും കുട്ടിക്കളി കളിക്കുന്നത് ഞാനും കാണുന്നുണ്ട്, അച്ഛനും കാണുന്നുണ്ട്. ഇതിന് ചേർന്ന് 2 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. അപ്പൊ പിന്നെ ഇറ്റ്സ് ഫൺ ഇൻ ഫ്രോളിക്. അമ്മയുടെ ബ്രദേഴ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അവര് മരിക്കുന്നത് വരെ എപ്പോഴും തമാശയും കളിയും ചിരിയും ബഹളം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് പറയാൻ, ഇപ്പൊ നമ്മളിപ്പോ വീട് എന്ന് പറയുമ്പോ അമ്മാവൻ വന്നിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ട്, നീ നന്നായിട്ട് പഠിച്ചു എന്ന് ചോദിക്കുന്ന ഒരു അമ്മാവന് നമുക്കൊന്നുമില്ല. എന്താ വാ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഒരു അമ്മാവന് നമുക്ക് ഒത്തിരി ഇഷ്ടമാവും. ഐ ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് ഞാൻ ഒരിക്കലും തെറ്റായിട്ടല്ല കാണുന്നത്. പിന്നെ ഫേമസ് പീപ്പിൾ, ഞാൻ നേരത്തെ MF ഹുസൈൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ, കിഷോർ ദേ അറിയാവുന്ന ആൾക്കാർ, കിഷോർ കുമാർ എന്ന സിംഗർ അറിയാവുന്ന ആൾക്കാർ സ്റ്റുഡിയോയിൽ വന്ന് ബഹളം വെച്ച് ടേബിളിന്റെ മേളിൽ തുള്ളിച്ചാടി കളിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരു എന്താ പറയാ, കുറ്റത്തെ മാറാത്ത ഒരു സിംഗർ ആയിരുന്നു. ദാറ്റ് മെയ്ഡ് ഹിം ഡിഫറെന്റ്. ഈ കുറ്റത്തിന് കുറ്റം പറയുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോ കിളവന്റെ ഒരു ഇത് നോക്ക് എന്നൊക്കെ പറയുന്നത്, എന്നെക്കാളും പ്രായമുള്ള പാവം വയസ്സായ വലിയ വലിയ ആൾക്കാരാണ് ചെയ്യുന്നത്. അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഭാര്യ കൂടെ ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാനോ പറ്റിയില്ല. അതിന്റെ അസൂയാണ്. അപ്പൊ അത് അവര് ചെയ്യുന്നതിൽ നമുക്ക് പാവം, നമുക്ക് തെറ്റ് പറയാനില്ല. പാവം അങ്ങനത്തെ അസുഖങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണേടി, അസൂയ, ഏഷണി, കുശുമ്പ്, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് ലോകത്തിൽ നമുക്ക് അത് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റാത്തൊരു അസുഖം. ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂക്കോൺസോളോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി കൊടുക്കാം. ഇത് അങ്ങനെയൊന്നും മാറാത്ത അസുഖമാണ്. എന്റെ ഈ നരച്ച മുടി കാണുമ്പോൾ ഞാൻ കളർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വെളുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ മുത്തശ്ശന്റെ എന്തിന്റെ അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി, നിങ്ങൾക്ക് ഉള്ള എത്രത്തോളം യൗവനമുണ്ടോ അതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ ഉണ്ടായാലേ ഉള്ളൂ. കാരണം നിങ്ങളെക്കാളും പ്രായം കുറവായിരിക്കും. ചേട്ടാ, അമ്മാവ എന്ന് ഞാൻ വന്ന് കമന്റ് ചെയ്ത് വിളിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ജനറലി എല്ലാവരുടെ പറയും, ചേട്ടാ, അമ്മാവ വേണ്ട, ഇത് അസുഖമാണ്, മാറിക്കോളും, ഗെറ്റ് വെൽ സൂൺ. കുടുംബജീവിതത്തെ കുറിച്ച് ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാര് ഇപ്പൊ ഒരുപാട് ന്യൂസ് കേട്ടു, വധു ആത്മഹത്യ ചെയ്തു, ആ രീതിയിലൊക്കെ ഒരുപാട് ന്യൂസ് വന്നു. അതിനെ കുറിച്ച് സാറിനും മാമിനും എന്താ പറയാനുള്ളത്? ഓക്കെ, ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കണം, ഒരു പാർട്ട്ണർ വേണം എന്ന് ആഗ്രഹിച്ചു കുഞ്ഞുങ്ങൾ തന്നെ ആദ്യം പറഞ്ഞത്. ഓക്കെ, കുടുംബജീവിതം തുടങ്ങാൻ പോകുന്ന ആൾക്കാരോട് ഒന്ന് 5 ലവ് ലാംഗ്വേജസ് മനസ്സിലാക്കണം. അതായത് ഏതൊരു വ്യക്തിക്കും 5 ലവ് ലാംഗ്വേജ് ആണുള്ളത്. അതായത് വേർഡ്സ് ഓഫ് അഫർമേഷൻ. കുഞ്ഞുമോളെ, ഇന്ന് നിന്നെ കാണാൻ കൊള്ളാം എന്ന് ഞാൻ പറയുമ്പോൾ കുഞ്ഞുമോളുടെ ലവ് ലാംഗ്വേജ് അതാണ് എന്നുണ്ടെങ്കിൽ ഷീ വിൽ ഗെറ്റ് ഹാപ്പി, അന്നത്തെ ദിവസം നന്നാവും. ഫിസിക്കൽ ഇന്റിമസി, രാവിലെ എണീറ്റ് ഒന്ന് ഹഗ് ചെയ്തിട്ട് കുഞ്ഞുമോളെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അന്ന് ഹാപ്പി ആവുകയെന്നുണ്ടെങ്കിൽ കുഞ്ഞുമോളുടെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ഇന്റിമസി ആണ്. ഇതെല്ലാം ആവശ്യമാണ്, ഇതെല്ലാം ഉള്ളതുമാണ്. ഇനിയിപ്പോ ആക്ട്സ് ഓഫ് സർവീസ്. ആക്ട്സ് ഓഫ് സർവീസിനകത്ത് ഇപ്പോ കുഞ്ഞുമോക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം. കുഞ്ഞുമോളെ നീ ഇവിടെ ഇരിക്കും, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം.
അതായിരിക്കാം ഒരാളുടെ ലവ് ലാംഗ്വേജ്. അതറിയാതെ നമ്മൾ പ്രവർത്തിക്കരുത്. അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ആവാം. എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു മുട്ടായി വൈകുന്നേരം വരുമ്പോൾ, ഞാൻ ഇന്ന് വർക്കിന് പോയി തിരിച്ചു വരുമ്പോൾ ഈ മുട്ടായി കണ്ടത് എനിക്ക് ഇഷ്ടമാണല്ലോ, തേൻ മുട്ടായി കഴിച്ചോ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് വാങ്ങിച്ചോളൂ എന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ ലവ് ലാംഗ്വേജസ് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ then relationship will go for a toss. ഇത് ആദ്യത്തെ ലെസൺ. സോ സ്റ്റഡി ലവ് ലാംഗ്വേജസ്. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്താണ്, സ്പൗസ് ഈദർ വേസ്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് എന്താണ് ഇഷ്ടം, നിങ്ങളുടെ വൈഫിന് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് എന്താണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അങ്ങനെയാണ് ഈ ലൈഫ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു തെറ്റായിട്ട് കാണേണ്ട. എവറി ഇൻഡിവിജ്വൽ ഹാസ് എ സ്പേസ്. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാവില്ല. മൂന്നാമതൊരാളെ കൊണ്ടുവരരുത്. അത് രണ്ടുപേർക്കിടയിൽ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു പാർട്ണർ. കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഇതെനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി, ഇതെനിക്ക് സന്തോഷമായി, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. മനസ്സിലാക്കാൻ സമയം വേണമല്ലോ. പിന്നെ നമ്മൾ ഒരു ഇനിഷ്യൽ ആ ഒരു ഔട്ട്ബേസ്റ്റ് ഓഫ് ലവ് ഒന്നും അല്ല ജീവിതം. ഒരു പെർഫ്യൂം പോലെയാണ്. പെർഫ്യൂമിന് 3 ലെയേഴ്സ് ആണുള്ളത്. അതിന് ടോപ്പ് നോട്ട്സും മിഡ് നോട്ട്സും ബേസ് നോട്ട്സും പറയും. പെർഫ്യൂമറി അങ്ങനെയാണ്. അപ്പൊ ഈ ടോപ്പ് നോട്ട്സിനകത്ത് വളരെ ഫ്രഷ് ആയിട്ടും സിട്രസ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ പെർഫ്യൂം അടിച്ചു കഴിയുമ്പോൾ ആദ്യം കിട്ടുന്ന സ്മെൽ. അത് കഴിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ ആ ഓയിൽ എല്ലാം എവാപറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മിഡ് നോട്ട്സ് ഓപ്പൺ ആവും. ഇപ്പൊ മിഡ് നോട്ട്സിനകത്ത് പലതരം പെർഫ്യൂമറി ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടൊരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിയുമ്പോൾ വാട്ട് റിമെയിൻസ് ഇസ് കോൾഡ് ദ ബേസ് നോട്ട്സ്. അത് ഊദോ അല്ലെങ്കിൽ മസ്ക് പോലത്തെ വളരെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിൽസ്. ഇതാണ് ഒരു ശരിക്കും പെർഫ്യൂമിന്റെ സ്ട്രക്ചർ. ജീവിതം ഇതുപോലെയാണ്. ആദ്യത്തെ ഫ്രഷ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം കളി, ചിരി, ബഹളം എല്ലാം ഉണ്ടാവും. കുറച്ച് സീസൺഡ് ആയി കഴിയുമ്പോൾ, ഒരു 5 വർഷം 6 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ തമ്മിലുള്ള ആ ബന്ധം, ഇഫ് ഇറ്റ് സ്മെൽസ് ഗുഡ്, അപ്പൊ ആ രണ്ടാമത്തെ ലെയർ ഓഫ് ഓയിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസ് നോട്ട്സ് എന്ന് പറയുന്നത് 60 വയസ്സാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കെയർ. എന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഉള്ള ബിഹേവിയർ എനിക്ക് കാണുമ്പോൾ അവരുടെ ബേസ് നോട്ട്സിന്റെ ഭംഗി എനിക്കറിയാം. കാരണം എന്തൊക്കെ ഇവർ തമ്മിൽ ആൾറ ചിൽഡ്ര ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും അച്ഛൻ ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് പിടയ്ക്കുന്നത് എനിക്ക് കാണാം. അമ്മ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്നും ചെയ്യുമ്പോൾ ഉടനെ അച്ഛന് എന്താണ് കൺസേൺ എന്ന് അറിയാം. ആ ബേസ് നോട്ട്സ്, അതാണ് പ്രോബബ്ലി എന്റെ ലൈഫിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കുഞ്ഞുമോളും ഞാനുമായിട്ട് എത്ര കാലം ഉണ്ടാവുന്നു ആ ബേസ് നോട്ട്സ് വരെ എത്തണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അത് മേ ബി ആഫ്റ്റർ 20 years 15 years 30 years, I don't know. മനുഷ്യന്റെ കാര്യമാണ്. എത്രത്തോളം പോകുന്നു അങ്ങനെ ഒരു നല്ല പെർഫ്യൂമിനെ പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ലൈഫിന്റെ എന്റെ പെർസ്പെക്ടീവ്. എന്തിനാ എനിക്കെല്ലാം പറയുമ്പോ ശരി പറഞ്ഞ എല്ലാരും പറഞ്ഞ വാക്കുകളും അല്ല എന്റെ ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നടന്നു കൊടുക്കുക. ഇപ്പൊ ഞാൻ രാവിലെ എനിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഏട്ടനോട് പറയും, ഏട്ടാ എനിക്ക് രാവിലെ എണീറ്റോട് ഞാൻ പറയും ഏട്ടാ ഹഗ് ചെയ്യാൻ ഞാൻ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഏട്ടന്റെ വീട്ടിലാണ്, ഞാൻ മക്കളെ കൂടിയാണ് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്യും, ഏട്ടാ ഞാൻ ഇരുന്നുണ്ട് വന്നാണ് എനിക്ക് ഹഗ് ചെയ്യാനാണ്, ഗിഫ്റ്റ് തന്നോട് അത് എനിക്ക് തന്നിട്ട് ഞാൻ വീട്ടിനകത്തേക്ക് കയറുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഏട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അധികം ക്യാച്ച് ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം ഏട്ടന്റെ സ്റ്റൈല് വേറെയാ, നമ്മളുടെയല്ല. അപ്പൊ ഞാൻ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറയും. ഏട്ടൻ എത്ര പറഞ്ഞാലും ഞാൻ അത് അംഗീകരിച്ചു കൊടുക്കുക. എന്റെ മൈൻഡിൽ ഞാൻ വളർന്നതും അതൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഇത്രയും എല്ലാവരും പറഞ്ഞ പക്വത കുറവ് ആയിരിക്കും, എനിക്കതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്റെ ശരിയിൽ അങ്ങനെ നിൽക്കും. പക്ഷെ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് എന്താണെന്ന് അറിയുന്നത്. അയ്യോ അത് എനിക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏട്ടനെ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ ശരി, ഏട്ടൻ ഇങ്ങനെയാണ് സംഭവം, ഏട്ടനോട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു ഏട്ടനോട് ഫീലാവും, അത് ദേഷ്യമാവും. അതെനിക്ക് ഇപ്പം മനസ്സിലായി, എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് കോളും പറഞ്ഞ പോലെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഏട്ടൻ എന്തേലും പറ്റാൻ വേണ്ടി പാടുള്ളൂ. കുഞ്ഞുമോളെ
കുഴപ്പമില്ല, ഇത്രയും നാളത്തെ ലൈഫിലേക്ക് അറിയാൻ എന്താ ഉണ്ടായിരുന്നു. ആലോചിക്കേ, നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? അല്ലേ ഇങ്ങനെ ഒന്ന് കയറി എല്ലാരും